നമസ്കാരം. മീഡിയ സ്റ്റാറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹജ്ജ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മക്കയിൽ വിശുദ്ധ കഅബയെ പുതപ്പിച്ച കിസ്വയുടെ അടിഭാഗം ഉയർത്തിക്കെട്ടി. കഅബയുടെ 4 ഭാഗങ്ങളിലും തറനിരപ്പിൽ നിന്ന് 3 മീറ്ററാണ് ഉയർത്തിക്കെട്ടിയ ഭാഗം പിന്നീട് വെളുത്ത കോട്ടൺ തുണി കൊണ്ട് മൂടിക്കെട്ടി. ഹജ്ജ് കാലത്ത് തിരക്കിനിടയിൽ തീർത്ഥാടകരുടെ പിടിവലി മൂലം കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനാണ് ഇപ്രകാരം ചെയ്യുന്നത്. എല്ലാ വർഷവും ഹജ്ജ് കാലത്ത് ചെയ്തു വരുന്നതിന്റെ തുടർച്ചയായാണ് ഈ വർഷവും കഅബയുടെ മൂടുപടം ഉയർത്തിക്കെട്ടിയത്. മക്കയിലേക്കുള്ള പ്രവേശനത്തിന് ഇന്നു മുതൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. ഉംറ പെർമിറ്റ് എടുത്ത് മക്കയിലേക്ക് പോയ നിരവധി പേരെ ഇന്ന് ചെക്ക് പോയിന്റുകളിൽ നിന്ന് തിരിച്ചയച്ചു. സന്ദർശന വിസയിലുള്ളവർ ഇന്നു മുതൽ മക്കയിലേക്ക് പ്രവേശിക്കാനോ മക്കയിൽ തങ്ങാനോ പാടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഇന്നു മുതൽ ദുൽഹജ്ജ് 15 വരെ 1 മാസത്തേക്കാണ് നിയന്ത്രണം. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് കടുത്ത നിയന്ത്രണമാണ് ഇത്തവണ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നുസ്ക് ആപ്പ് വഴിയുള്ള ഉംറ പെർമിറ്റുകളുടെ വിതരണം ഇന്നു മുതൽ നിർത്തിവച്ചു. സന്ദർശന വിസയിലുള്ളവരും ഇന്നു മുതൽ ദുൽഹജ്ജ് 15 വരെ മക്കയിലേക്ക് പ്രവേശിക്കാനോ അവിടെ തങ്ങാനോ പാടില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. മക്ക ഇക്കാമയോ മക്കയിലേക്ക് പ്രവേശിക്കാനുള്ള പ്രത്യേക പെർമിറ്റോ ഇല്ലാത്ത പ്രവാസികളും ഈ കാലയളവിൽ മക്കയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഇത്തവണ ശക്തമായ പരിശോധനയാണ് മക്കക്കകത്തും മക്കയിലേക്കുള്ള പ്രവേശന കവാടങ്ങളിലും. നേരത്തെ എടുത്ത ഉംറ പെർമിറ്റുമായി മക്കയിലേക്ക് പോയ നിരവധി പേരെ ഇന്ന് ചെക്ക് പോയിന്റുകളിൽ നിന്ന് മടക്കി അയച്ചു. മക്കയിലെത്തുന്ന ഹാജിമാരുടെ എണ്ണം വർദ്ധിച്ചതോടെയാണ് ഉംറ തീർത്ഥാടകർക്കുള്ള പ്രവേശനം നിർത്തിവെച്ചത്. ഇനിയുള്ള 1 മാസക്കാലം ഹജ്ജ് തീർത്ഥാടകർക്ക് മാത്രമാണ് ഉംറ ചെയ്യാൻ അനുമതി. ഉംറ വിസയിലെത്തിയവർ ജൂൺ 6 മുമ്പ് സൗദി വിട്ടുപോകണമെന്ന് നേരത്തെ മന്ത്രാലയം അറിയിച്ചിരുന്നു. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനം മൂലവും മറ്റും വിമാന സർവീസുകൾ പതിവായി അവതാളത്തിലാകുന്നതിനാൽ അവസാന സമയം വരെ കാത്തിരിക്കാതെ ഉംറ വിസക്കാർ നേരത്തെ തന്നെ നാട്ടിലേക്ക് മടങ്ങുന്നതാണ് നല്ലതെന്ന് സാമൂഹിക പ്രവർത്തകർ ഓർമ്മിപ്പിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, മക്ക. വിവിധ മേഖലകളിൽ ബന്ധങ്ങൾ വിപുലപ്പെടുത്തിയും സഹകരണങ്ങൾ ശക്തിപ്പെടുത്തിയും 2 ദിവസത്തെ ജോർദാൻ സന്ദർശനം പൂർത്തിയാക്കി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് ഒമാനിൽ തിരിച്ചെത്തി. ഒമാൻ ഭരണാധികാരിയുടെ ജോർദാൻ സന്ദർശനത്തിന്റെ ഭാഗമായി രാഷ്ട്ര നേതാക്കൾ പരസ്പരം ആദരവുകൾ കൈമാറി. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമനുമായി ഒമാൻ സുൽത്താൻ ചർച്ചകൾ നടത്തി. ഫലസ്തീനിലെ സ്ഥിതി ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിൽ സംയുക്ത നിക്ഷേപ അവസരങ്ങൾ വർദ്ധിപ്പിക്കുവാനും തീരുമാനിച്ചു. സുൽത്താന്റെ ജോർദാൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. വിവരസാങ്കേതികവിദ്യ, വാർത്താവിനിമയം, ഭക്ഷണം, കൃഷി, മരുന്നുകൾ, മെഡിക്കൽ സപ്ലൈസ്, ഊർജ്ജം, ഖനനം, ടൂറിസം, ലോജിസ്റ്റിക്സ് സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ സംയുക്ത നിക്ഷേപ അവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ധാരണയിലെത്തിയിരിക്കുന്നത്. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒമാനും ജോർദാനും സംയുക്ത പ്രസ്താവനയിറക്കി. ഫലസ്തീൻ ജനതയുടെ എല്ലാ നിയമാനുസൃതമായ അവകാശങ്ങളും നിറവേറ്റുന്ന ന്യായമായ പരിഹാരത്തിൽ എത്തിച്ചേരേണ്ടതിന്റെ ആവശ്യകത 2 നേതാക്കളും ആവർത്തിച്ചു. മീഡിയ 1, മസ്കത്ത്. ഇന്ത്യൻ ഹാജിമാർക്ക് ഇത്തവണ ഹറമൈൻ ട്രെയിൻ സേവനം ലഭ്യമാക്കുമെന്ന് ജിദ്ദ ഇന്ത്യൻ കൌൺസിൽ ജനറൽ. ഇതാദ്യമായി ഇത്തവണ മിന പരിധിക്കുള്ളിൽ തന്നെ ഇന്ത്യൻ ഹാജിമാർക്ക് താമസ സൗകര്യം ലഭിക്കും. മദീനയിലും ഹറമിനോട് ചേർന്നാണ് ഇത്തവണ താമസ സൗകര്യം ഒരുക്കിയത്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിരവധി പുതിയ സേവനങ്ങൾ ഇത്തവണ ഇന്ത്യൻ ഹാജിമാർക്കായി ഒരുക്കിയിട്ടുണ്ടെന്നും കോൺസൽ ജനറൽ പറഞ്ഞു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യൻ ഹാജിമാർക്ക് ഇത്തവണ നിരവധി സൗകര്യങ്ങളാണ് ഹജ്ജ് മിഷൻ ഒരുക്കിയിട്ടുള്ളതെന്ന് ജിദ്ദ ഇന്ത്യൻ കോൺസുൽ ജനറൽ മുഹമ്മദ് ഷാഹിദ് ആലം ജിദ്ദയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതാദ്യമായി ഇത്തവണ ഇന്ത്യൻ ഹാജിമാർക്ക് ജിദ്ദ വിമാനത്താവളത്തിൽ നിന്ന് ഹറമൈൻ ട്രെയിനിൽ നേരിട്ട് മക്കയിലേക്ക് യാത്ര ചെയ്യാനാകും. മുംബൈ എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് ജിദ്ദയിലെത്തുന്ന തീർത്ഥാടകർക്കാണ് ഈ സൗകര്യം ലഭിക്കുക. ഇതുവരെ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ 52,000 ഇന്ത്യൻ ഹാജിമാർ മക്കയിലും മദീനയിലും എത്തി. മദീനയിൽ ഭൂരിഭാഗം ഇന്ത്യൻ തീർത്ഥാടകർക്കും ഹറമിനോടടുത്തുള്ള മർക്കസിയ ഏരിയയിൽ തന്നെ താമസ സൗകര്യം ഒരുക്കാനായതും ഈ വർഷത്തെ പ്രത്യേകതയാണ്. കൂടാതെ ഇത്തവണ ആദ്യമായി മിനയിലും മിന പരിധിക്കുള്ളിൽ വരുന്ന 2, 3, 4 സോണുകളിൽ തന്നെ ഇന്ത്യൻ ഹാജിമാർക്കും താമസ സൗകര്യം ലഭിച്ചു. അറഫയിൽ കൂളറുകൾക്ക് പകരം ഇത്തവണ എയർ കണ്ടീഷനിംഗ് ചെയ്ത താമസ സൗകര്യവും ഇന്ത്യൻ ഹാജിമാർക്ക് നൽകുമെന്ന് കോൺസുൽ ജനറൽ പറഞ്ഞു. Will be also using the metro train facilities. All the Hajj Committee of India pilgrims for the first time ever will be within the traditional boundary of Mina. So that will be in the zone 2, zone 3 and zone 4.
3 മനോരോഗ വിദഗ്ധരടങ്ങുന്ന 180 ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളും ഉൾപ്പെടെ 350 മെഡിക്കൽ വിദഗ്ധർ ഇത്തവണ ഹാജിമാരുടെ സേവനത്തിനായി ഇന്ത്യയിൽ നിന്നെത്തും. കൂടാതെ 200 തീർത്ഥാടകർക്ക് ഒരാൾ എന്ന തോതിൽ സന്നദ്ധ സേവകരും നാട്ടിൽ നിന്ന് വരും. മുൻ വർഷങ്ങളിൽ ഇത് 300 തീർത്ഥാടകർക്ക് ഒരാൾ എന്ന തോതിലായിരുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾ ശക്തമായി നിരീക്ഷിക്കുമെന്നും ആവശ്യമായ ഘട്ടങ്ങളിൽ ഹാജിമാർക്ക് സേവനം നൽകാതിരുന്നാൽ നടപടികൾ സ്വീകരിക്കുമെന്നും സിജി പറഞ്ഞു. 5000 മഹ്റമില്ലാത്ത വനിതാ തീർത്ഥാടകരാണ് ഇത്തവണ എത്തുന്നത്. ഇവർക്ക് പ്രത്യേകമായ പരിചരണം നൽകാനായി വനിതാ ഉദ്യോഗസ്ഥരുമുണ്ടാകും. പൊതുസ്ഥലങ്ങളിൽ വീണ് കിടക്കുന്ന സാധനങ്ങൾ എടുക്കാനോ അവ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കാനോ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കത്തിലേർപ്പെടാനോ ഹാജിമാർ മുതിരരുത്. ഇത്തരം കാര്യങ്ങളെല്ലാം പല പ്രശ്നങ്ങൾക്കും വഴിവെക്കുമെന്നും കോൺസുൽ ജനറൽ ഓർമ്മിപ്പിച്ചു. ഹജ്ജ് കോൺസുൽ മുഹമ്മദ് അബ്ദുൽ ജലീൽ, പ്രസ് ഇൻഫർമേഷൻ കൾച്ചർ കൊമേഴ്സ് കോൺസുൽ മുഹമ്മദ് ഹാഷിം എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സാബിത് സലീമിനൊപ്പം ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. 16 വർഷമായി സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനുള്ള 34 കോടി രൂപ സൗദിയിലെ ഇന്ത്യൻ എംബസിക്ക് കൈമാറി. ഇന്ന് ഉച്ചയോടെയായിരുന്നു നാട്ടിലെ അബ്ദുൾ റഹീം നിയമസഹായ സമിതി ട്രസ്റ്റ് ഭാരവാഹികൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് പണം കൈമാറിയത്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്കാണ് തുക നിക്ഷേപിച്ചത്. ഫണ്ട് കൈമാറണമെന്ന ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം ബുധനാഴ്ചയാണ് റഹീമിന്റെ പവർ ഓഫ് അറ്റോർണിയായ സിദ്ദീഖ് തുവൂരിന് ലഭിച്ചത്. നടപടിക്രമങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന സത്യവാങ്മൂലവും റഹീമിന്റെ കുടുംബം എംബസിക്ക് സമർപ്പിച്ചിരുന്നു. ഉടൻ തന്നെ കോടതിയുടെ പേരിലുള്ള സർട്ടിഫൈഡ് ചെക്ക് ഇന്ത്യൻ എംബസി റിയാദിലെ ഗവർണറേറ്റിന് കൈമാറും. ചെക്ക് ലഭിച്ച ഉടൻ തന്നെ കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം സമ്മതപത്രത്തിൽ ഒപ്പുവെക്കും. തുടർന്നായിരിക്കും റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്യുന്നതും മോചനത്തിനുള്ള ഉത്തരവിടുന്നതും. കഴിഞ്ഞ 16 വർഷമായി റിയാദ് ജയിലിൽ കഴിയുകയാണ് കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീം. മീഡിയ 1, കോഴിക്കോട്. ഖത്തറിലെ ഹജ്ജ് തീർത്ഥാടകർക്കായി ഔഖാഫ് മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഹജ്ജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ മന്ത്രാലയത്തിന്റെ പെർമിറ്റ് നേടിയിരിക്കണമെന്നും അംഗീകൃത ഖത്തറി ക്യാമ്പയിനുകളുമായി കരാർ ഏർപ്പെടണമെന്നും ഖത്തർ എൻഡോവ്മെന്റ് ഇസ്ലാമിക് അഫയേഴ്സ് മന്ത്രാലയം വ്യക്തമാക്കി. അംഗീകൃത പെർമിറ്റ് ഇല്ലാത്ത വ്യക്തികളെ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിക്കാൻ അനുവദിക്കില്ലെന്നും അതോറിറ്റി അറിയിച്ചു. കുവൈറ്റിൽ ട്രാഫിക് നിയമങ്ങളിൽ ഭേദഗതിയുമായി ആഭ്യന്തര മന്ത്രാലയം. റോഡ് സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നിയമങ്ങൾ കർശനമാക്കുന്നത്. പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതോടെ ട്രാഫിക് ഫൈനുകൾ വൻതോതിൽ ഉയരും. മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്നവർക്ക് 1 വർഷം മുതൽ 3 വർഷം വരെ തടവോ 1000 മുതൽ 3000 ദിനാർ വരെ പിഴയോ ലഭിക്കും. ഡ്രൈവിംഗിനിടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചാൽ 3 മാസം തടവോ 300 ദിനാർ പിഴയോ, വേഗപരിധി ലംഘിച്ചാൽ 3 മാസത്തെ തടവോ 500 ദിനാർ പിഴയോ ലഭിക്കും. നിയമം ലംഘിച്ച് കാറിന് ടിൻറിംഗ് നൽകിയാൽ 2 മാസം തടവോ 200 ദിനാർ വരെ പിഴയോ ചുമത്തും. 10 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ മുൻസീറ്റിലിരുത്തിയാൽ 100 രൂപ മുതൽ 200 ദിനാർ വരെ പിഴ ഉണ്ടാകും. അഗ്നിശമന സേനാംഗങ്ങൾക്കും ആംബുലൻസുകൾക്കും പോലീസിനും വഴി നൽകാതിരുന്നാൽ 250 മുതൽ 500 ദിനാർ വരെ പിഴ ഈടാക്കും. കുട്ടികളോ വളർത്തുമൃഗങ്ങളോ വാഹനത്തിൽ നിന്ന് തല പുറത്തേക്കിട്ടാൽ 75 ദിനാർ പിഴയും ലഭിക്കും. മീഡിയ 1, കുവൈറ്റ് സിറ്റി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സൗദി അറേബ്യ അനുവദിച്ചത് വമ്പൻ വായ്പാ പദ്ധതി. 6 വർഷത്തിനിടെ 275 ബില്യൺ റിയാൽ ഈ മേഖലയിൽ വായ്പ അനുവദിച്ചതായി റിപ്പോർട്ട്. 2023 അവസാനിച്ച കണക്കുകളാണ് വായ്പയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയത്. സൗദി അറേബ്യ രാജ്യത്തെ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വായ്പയായി അനുവദിച്ചത് വമ്പൻ തുക. കഴിഞ്ഞ 6 വർഷത്തിനിടെ ഈ മേഖലയിൽ വായ്പയായി 275.57 ബില്യൺ സൗദി റിയാൽ അനുവദിച്ചതായി ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ അതോറിറ്റിയായ മുൻഷാഅത്ത് വെളിപ്പെടുത്തി. ബാങ്കിംഗ്, ഫിനാൻസ് മേഖലകളാണ് വായ്പകൾ അനുവദിച്ചത്. ഇത് 2018 അപേക്ഷിച്ച് 154% കൂടുതലാണ്. 108.51 ബില്യനായിരുന്നു 2018 വായ്പാ മൂല്യം. രാജ്യത്ത് ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇടത്തരം സംരംഭങ്ങളാണ്. 57.5% ഈ മേഖലയിൽ നിന്നുള്ളതാണെന്ന് ഈ വർഷം സാമ പുറത്തിറക്കിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 33.5% ചെറുകിട സംരംഭങ്ങളും പ്രവർത്തിച്ചു വരുന്നുണ്ട്. ബാക്കിയുള്ള 9% മൈക്രോ എന്റർപ്രൈസസ് വിഭാഗത്തിലും ഉൾപ്പെടുന്നു. ഈ മേഖലയിൽ അനുവദിച്ച വായ്പകൾ തിരിച്ചടക്കുന്നതിന് സാവകാശവും സർക്കാർ തലത്തിൽ അനുവദിച്ചിട്ടുണ്ട്. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ആഗോള ടൂറിസം സൂചികയിൽ സൗദി അറേബ്യയ്ക്ക് വീണ്ടും കുതിപ്പ്.
9 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 41-ാം സ്ഥാനത്തെത്തി സൗദി അറേബ്യ. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിച്ചുവരുന്ന കോർപ്പറേറ്റ് സാന്നിധ്യവും സൗദിക്ക് നേട്ടമായി. ആഗോള ടൂറിസം സൂചികയിൽ വീണ്ടും നില മെച്ചപ്പെടുത്തി സൗദി അറേബ്യ. പുതിയ റിപ്പോർട്ടിൽ 9 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 41-ാം സ്ഥാനത്തേക്ക് ഉയർന്ന് സൗദി. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, വർദ്ധിച്ചുവരുന്ന കോർപ്പറേറ്റ് സാന്നിധ്യം, ആഗോള കുത്തക കമ്പനികളുടെ റീജിയണൽ ആസ്ഥാനങ്ങളുടെ കൂടുമാറ്റം എന്നിവ സൗദിക്ക് നേട്ടമായതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. വേൾഡ് ഇക്കണോമിക് ഫോറത്തിന്റെ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് റിപ്പോർട്ടിലാണ് നേട്ടം. 2019 മുതൽ മിഡിൽ ഈസ്റ്റ്, നോർത്ത് ആഫ്രിക്ക മേഖലയിൽ നിന്നും ഏറ്റവും കൂടുതൽ പുരോഗതി കൈവരിച്ച രാജ്യം സൗദി അറേബ്യയാണെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട്. 119 രാജ്യങ്ങളെ വിലയിരുത്തിയാണ് TTDI റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. പട്ടികയിലെ രാജ്യങ്ങൾ ട്രാവൽ മേഖലയുടെ സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്ന ഘടകങ്ങളും നയങ്ങളും വിലയിരുത്തിയാണ് റിപ്പോർട്ട് ക്രോഡീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 100 മില്യൺ സന്ദർശകരെത്തിയ ലോകത്തിലെ ഏക രാജ്യമെന്ന ബഹുമതി സൗദി അറേബ്യ കരസ്ഥമാക്കിയിരുന്നു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ആകാശത്തിരുന്ന് ദോഹയും ഖത്തറിലെ പ്രധാന കേന്ദ്രങ്ങളും ചുറ്റിക്കാണാൻ സഞ്ചാരികൾക്ക് അവസരമൊരുക്കി ഡിസ്കവർ ഖത്തർ. ജൂൺ 27 ചെറുവിമാനത്തിലുള്ള എയർ ടൂറിന് തുടക്കമാകും. വെറും 45 മിനിറ്റിനുള്ളിൽ ആകാശത്തിരുന്ന് ദോഹയും ഖത്തറിലെ പ്രധാന കേന്ദ്രങ്ങളും ചുറ്റിക്കാണാൻ സഞ്ചാരികൾക്ക് അവസരമൊരുക്കുകയാണ് ഡിസ്കവർ ഖത്തർ. ഏഷ്യൻ, യൂറോപ്യൻ, അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര യാത്രികരുടെ പ്രധാന ട്രാൻസിറ്റ് ഹബ് എന്ന നിലയിൽ ദോഹയിലെത്തുന്ന യാത്രക്കാർക്ക് വിമാനത്താവളത്തിൽ തങ്ങുന്ന സമയം ഡിസ്കവർ ഖത്തർ എയർ ടൂറിലൂടെ ഖത്തർ കാണാം. 8 പേർക്ക് ഇരിക്കാവുന്ന ഒറ്റ എഞ്ചിൻ ചെറുവിമാനമായ സെസ്ന 208 കരാവൻ ആണ് എയർ ടൂറിനായി ഡിസ്കവർ ഖത്തർ അവതരിപ്പിക്കുന്നത്. ദോഹ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രീമിയർ ടെർമിനലിൽ നിന്നും പറന്നുയരുന്ന വിമാനം പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും സാംസ്കാരിക കായിക വേദികളുടെയും മുകളിലൂടെ പറന്ന് ആകാശ കാഴ്ചകൾ സമ്മാനിക്കും. ഒരാൾക്ക് 710 റിയാലാണ് ടിക്കറ്റ് നിരക്ക്. 2 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് യാത്ര സൗജന്യമാണ്. ഹമദ് വിമാനത്താവളത്തിലെത്തുന്ന ട്രാൻസിറ്റ് യാത്രക്കാർക്ക് 850 റിയാൽ നിരക്കിൽ എയർ ടൂർ ബുക്ക് ചെയ്യാം. 6 മണിക്കൂറോ അതിൽ കൂടുതലോ ട്രാൻസിറ്റ് സമയമുള്ള യാത്രക്കാർക്കാണ് എയർ ടൂറിന് സൗകര്യമുണ്ടാവുക. ജൂൺ 27 തുടക്കം കുറിക്കുന്ന എയർ ടൂറിന് ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ 1 ദോഹ. റഷ്യൻ യുദ്ധത്തിനിടെ ഒറ്റപ്പെട്ട യുക്രൈൻ കുട്ടികൾക്ക് കുടുംബങ്ങളിൽ തിരികെ എത്താൻ വീണ്ടും സൗകര്യമൊരുക്കി ഖത്തർ. മോസ്കോയിലെ ഖത്തർ എംബസി ആസ്ഥാനത്തെത്തിയ 6 കുട്ടികളെയാണ് റഷ്യൻ ബാലാവകാശ കമ്മീഷണറുടെയും യുക്രൈൻ പാർലമെന്റ് മനുഷ്യാവകാശ കമ്മീഷണറുടെയും സഹകരണത്തോടെ യുക്രൈനിലെത്തിച്ചത്. സംഘർഷം മൂലം വേർപിരിഞ്ഞ കുടുംബാംഗങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കുന്നതിനുള്ള മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇതെന്ന് ഖത്തർ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി ലുൽവ റാഷിദ് അൽ ഖാദിർ പറഞ്ഞു. മികച്ച അറബ് നഗരങ്ങളുടെ പട്ടികയിൽ 8ാം സ്ഥാനം നേടി കുവൈറ്റ് സിറ്റി. ഓക്സ്ഫോർഡ് എക്കണോമിക് പുറത്തുവിട്ട ലോകത്തിലെ മികച്ച നഗരങ്ങളുടെ പട്ടികയിലാണ് കുവൈറ്റ് സിറ്റിയും ഇടം പിടിച്ചത്. ആഗോളതലത്തിൽ ന്യൂയോർക്ക് സിറ്റിയാണ് 1ാം സ്ഥാനം നേടിയത്. ലണ്ടൻ 2ാം സ്ഥാനം നേടി. സമ്പദ് വ്യവസ്ഥ, വളർച്ച, ജീവിത നിലവാരം, പരിസ്ഥിതി എന്നിവ ഉൾപ്പെടെ 5 വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പട്ടിക തയ്യാറാക്കിയത്. ലോക നഗരങ്ങളിൽ 293ാം സ്ഥാനത്താണ് കുവൈറ്റ്. അറബ് രാജ്യങ്ങളിൽ അബുദാബി 1ാമതെത്തി. ദുബായ്, ഷാർജ, അജ്മാൻ നഗരങ്ങൾ 2ാം സ്ഥാനത്തും റിയാദ് 3ാം സ്ഥാനത്തുമാണ്. ദുബായ് ഷൈഖ് റാഷിദ് സ്ട്രീറ്റിലെ തെരുവ് വിളക്കുകൾ പരിഷ്കരിച്ച് ദുബായ് റോഡ് ഗതാഗത അതോറിറ്റി. 9 കിലോമീറ്റർ നീളത്തിൽ ഊർജ്ജ ഉപയോഗം കുറഞ്ഞ 900 തെരുവ് വിളക്കുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഊർജ്ജ ഉപഭോഗം ക്ഷമമാക്കുന്നത് ലക്ഷ്യമിട്ട് നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഭാഗമായാണ് പുതിയ LED ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 10 ലൈനുകളിലായി ഇരുഭാഗത്തുകൂടിയും സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും. 6 മാസമെടുത്ത് 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി പൂർത്തീകരിച്ചത്. ആദ്യഘട്ടത്തിൽ ദേര മുതൽ അൽ ഗർഹൂദ് പാലം വരെയുള്ള ഭാഗവും, 2ാം ഘട്ടത്തിൽ ദേര മുതൽ ബർദുബൈ വരെയും, അവസാന ഘട്ടത്തിൽ ബർദുബൈ മുതൽ ഷെയ്ഖ് ഖലീഫ സ്ട്രീറ്റ് കവല വരെയുമാണ് പദ്ധതി നടപ്പാക്കിയത്. ദുബൈയിലെയും UAEയിലെയും പരിസ്ഥിതി സംരക്ഷണവും സുസ്ഥിര വികസനവും ലക്ഷ്യമാക്കി ഏറ്റവും മികച്ച രീതികൾ സ്വീകരിച്ചാണ് തെരുവ് വിളക്കുകളുടെ പരിഷ്കരണം നടപ്പാക്കിയതെന്ന് RTA പ്രതിനിധി അബ്ദുല്ല ലൂത്ത പറഞ്ഞു. പരമ്പരാഗത രീതികളേക്കാൾ പരിസ്ഥിതി സൗഹൃദമാണ് LED തെരുവ് വിളക്കുകൾ. ഇതിന് 60% കുറവ് ഊർജ്ജം മാത്രമാണ് ആവശ്യമുള്ളത്. പരമ്പരാഗത വിളക്കുകൾ 22,000 മണിക്കൂർ നിലനിൽക്കുമ്പോൾ LED 60,000 മണിക്കൂർ വരെ നിലനിൽക്കുമെന്നാണ് വിലയിരുത്തൽ. വിളക്കുകൾ മാറ്റിസ്ഥാപിക്കുന്നതിന്റെ ഇടവേള കുറയുന്നതിനാൽ അറ്റകുറ്റപ്പണികളുടെയും പ്രവർത്തനത്തിന്റെയും ചെലവും കുറയും.
ഇതിനു പുറമെ LED ലൈറ്റുകൾ ഊർജ്ജനഷ്ടവും 38% വരെ ചൂടും കുറയ്ക്കാൻ സഹായിക്കും. മീഡിയ 1 ദുബൈ. കുവൈറ്റിൽ ചൂട് കൂടിയതോടെ വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധന. താപനില 42 ഡിഗ്രി സെൽഷ്യസിലെത്തിയതോടെ ഉപഭോഗം 14,000 മെഗാവാട്ടിലെത്തി. കൂടിയ താപനില തുടർന്നാൽ ഉപഭോഗം അടുത്ത ദിവസങ്ങളിൽ തന്നെ പരമാവധിയിലെത്തുമെന്നാണ് ആശങ്ക. ഉപഭോഗം ഇതേ രീതിയിൽ തുടർന്നാൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും. 10 ലക്ഷം പേർക്ക് AI പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ പരിശീലനം നൽകുന്ന പദ്ധതിക്ക് വൻ സ്വീകാര്യത. ലോകത്തിലെ ഏറ്റവും വലിയ പദ്ധതി 3 വർഷത്തിനുള്ളിൽ നടപ്പിലാക്കാനാണ് ദുബായിയുടെ തീരുമാനം. നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിന് ദുബായ് രൂപപ്പെടുത്തിയ ദുബായ് യൂണിവേഴ്സൽ ബ്ലൂ പ്രിന്റ് ഓഫ് AI എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിൽ പരിശീലനം നൽകുന്ന സംരംഭം പ്രഖ്യാപിച്ചത്. ദുബൈ കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രഖ്യാപിച്ച പദ്ധതിക്ക് രാജ്യത്തിനകത്തും പുറത്തും വലിയ പിന്തുണയാണ് ലഭിച്ചുവരുന്നത്. പശ്ചിമേഷ്യയുടെ ഭാവി മുന്നേറ്റത്തിൽ പദ്ധതി വലിയ ഘടകമായി മാറുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. സാങ്കേതിക പുരോഗതിയിൽ രൂപപ്പെട്ട വലിയ മുന്നേറ്റത്തെ തൊഴിൽ വിപണിയുമായി ബന്ധിപ്പിക്കാനുള്ള നീക്കമാണ് പദ്ധതിയുടെ പ്രത്യേകത. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിലൊന്നായാണ് വിലയിരുത്തപ്പെടുന്നത്. പദ്ധതിയുടെ പ്രഖ്യാപന ചടങ്ങിൽ ഗ്ലോബൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയികളായവരെ ഷെയ്ഖ് ഹംദാൻ ആദരിച്ചു. ദുബൈ ഫ്യൂച്ചർ ഫൗണ്ടേഷനും ദുബൈ സെന്റർ ഫോർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ചേർന്നാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മീഡിയ 1 ദുബൈ. ഖത്തർ ഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരനിൽ നിന്ന് നിരോധിത മയക്കുമരുന്ന് ഗുളികകൾ പിടികൂടി. ലഗേജിൽ 1400 പ്രിഗാബാലിൻ ഗുളികകൾ കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തിയതായി കസ്റ്റംസ് വിഭാഗം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. സംശയത്തെ തുടർന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് നിരോധിത മയക്കുമരുന്ന് ഗുളികകൾ പിടികൂടിയത്. ലോക കേരള സഭയുടെ നേട്ടവും കോട്ടവും വിലയിരുത്തേണ്ടത് മാധ്യമങ്ങളാണെന്ന് നോക്ക വൈസ് ചെയർമാൻ MA യൂസഫ് അലി. സർക്കാർ ക്ഷണിച്ചതിനാൽ ലോക കേരള സഭയിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം അബുദാബിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലോക കേരള സഭ നടത്തുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ്, അവരാണ് അത് തീരുമാനിക്കേണ്ടത്. നമ്മളെ ക്ഷണിച്ചിട്ടുണ്ട്, അത് നമ്മൾ പോകും. കാരണം ഏത് ഗവൺമെൻറ് ക്ഷണിച്ചാലും പോകും. കാരണം ഞാൻ UP ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിന് പോകാറ്, എന്നാൽ ബീഹാർ ഹരിയാനയിൽ പോയി, വൈബ്രൻറ്റ് ഗുജറാത്തിന് പോയി. അത് ഗവൺമെൻറ് നമ്മൾ ക്ഷണിച്ചാൽ നമ്മൾ പോകേണ്ടതാണ്. അതിൻ്റെ പ്ലസ് മൈനസൊക്കെ പത്രക്കാരും കൂടി തീരുമാനിക്കട്ടെ. ആരാധകരുടെ തലൈവർ ഇനി അബുദാബിക്കാരൻ. സൂപ്പർസ്റ്റാർ രജനീകാന്തിന് അബുദാബി സർക്കാരിന്റെ 10 വർഷത്തെ ഗോൾഡൻ വിസ. അബുദാബിയിലേക്കുള്ള കന്നി യാത്രയിൽ തന്നെ ഗോൾഡൻ വിസയും സ്വന്തമാക്കിയാണ് അദ്ദേഹത്തിന്റെ മടക്കം. അതൊരു വരവായിരുന്നു. സിനിമയിലെ പോലെ തന്നെ ഒരു മാസ് എൻട്രി. നേരെ അബുദാബി സാംസ്കാരിക വകുപ്പിലേക്ക്. ഒരു തടവ് സ്വന്ന അത് 100 തടവ് സ്വന്ന മാതിരി എന്ന തലൈവരുടെ ഡയലോഗ് മാതിരി ആദ്യ വരവിൽ തന്നെ 10 വർഷം ഇനി എത്ര തടവ് വേണമെങ്കിലും UAE വരാവുന്ന ഗോൾഡൻ വിസയാണ് സ്വന്തമാക്കിയത്. സാംസ്കാരിക വകുപ്പ് ചെയർമാൻ മുഹമ്മദ് ഖലീഫ മുബാറക് വിസ കൈമാറി. അബുദാബിയിലേക്കുള്ള ആദ്യ വരവിൽ തന്നെ നേട്ടം സാധ്യമാക്കിയതിന്റെ ക്രെഡിറ്റ് മുഴുവൻ തലൈവർ ലുലു ചെയർമാൻ MA യൂസഫ് അലിക്ക് നൽകി. I am honored to receive the prestigious Golden Visa of UAE from Abu Dhabi government. My heartfelt thanks to Abu Dhabi government and my good friend Lulu Company Chairman Yusuf Ali. Without him, this would have happened. Thank you very much. I am grateful to you. Thank you very much. Thanks, sir. Thank you. ഗോൾഡൻ വിസയും പാസ്പോർട്ടിൽ പതിച്ച് UAE സഹിഷ്ണുതാകാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച. ആരാധകരുടെ സ്റ്റൈൽ മന്നൻ അവിടെ നിന്ന് നേരെ അബുദാബി ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി. പിന്നീട് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദിലും രജനി എത്തി. പുതിയ ചിത്രമായ വെട്ടിയാന്റെ ഷൂട്ട് പൂർത്തിയാക്കിയാണ് തലൈവർ അബുദാബിയിലെത്തിയത്. മീഡിയ 1 അബുദാബി. ഖത്തറിൽ മീഡിയ 1 റിയാദ മെഡിക്കൽ സെന്റർ നഴ്സസ് ദിനാഘോഷം നാളെ നടക്കും. ഖത്തറിന്റെ ആരോഗ്യ മേഖലയിൽ നിർണായക സംഭാവനകൾ നൽകിയ നഴ്സുമാരെ പരിപാടിയിൽ ആദരിക്കും. അന്താരാഷ്ട്ര നഴ്സസ് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മീഡിയ 1ഉം ഖത്തറിലെ പ്രമുഖ ഹെൽത്ത് കെയർ സെന്ററായ റിയാദ മെഡിക്കൽ സെന്ററും സംയുക്തമായി നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിക്കുന്നത്.
നാളെ രാവിലെ 9 മണിക്ക് സീറിംഗ് റോഡിലെ റിയാദ മെഡിക്കൽ സെന്ററിലാണ് പരിപാടി. താങ്ക് യു നഴ്സസ് പരിപാടിയിൽ ഖത്തറിന്റെ ആരോഗ്യമേഖലയിൽ നിർണായക സംഭാവനകൾ നൽകിയ നഴ്സുമാരെ ആദരിക്കും. ഇന്ത്യൻ കമ്മ്യൂണിറ്റി നേതാക്കളും ഖത്തറിലെ നഴ്സിംഗ് സംഘടനാ പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും. മീഡിയ 1 ദോഹ. കുവൈറ്റിൽ തൊഴിലാളികൾക്ക് സഹായവുമായി കാസർഗോഡ് പ്രവാസി സുഹൃത്തുക്കൾ. ഇറാഖ് അതിർത്തി പ്രദേശമായ അബ്ദലിയിലാണ് സഹായവുമായി കാസർഗോട്ടാർ എത്തിയത്. തൊഴിലാളികൾക്ക് പുതുവസ്ത്രങ്ങളും ഭക്ഷണ കിറ്റുകളും വിതരണം ചെയ്തു. പ്രയാസത്തിൽ ജോലി ചെയ്യുന്നവരെ കണ്ട് പിന്തുണ നൽകുകയെന്നാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശമെന്ന് സംഘത്തിന് നേതൃത്വം നൽകിയ സത്താർ കുന്നിൽ പറഞ്ഞു. കബീർ മഞ്ഞമ്പാറ, സലാം കളനാട്, CH കുഞ്ഞി തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. കുവൈറ്റിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ ഇഷൽ ബാൻഡ് കുവൈറ്റ് ഇഷൽ നൈറ്റ് സംഘടിപ്പിച്ചു. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടി കുവൈറ്റി ഗായകൻ മുബാറക് അൽ റാഷിദ് ഉദ്ഘാടനം ചെയ്തു. ഗഫൂർ കൊയിലാണ്ടി അധ്യക്ഷത വഹിച്ചു. കൈകുട്ടിപ്പാട്ട്, കോൽക്കളി, ഒപ്പന, ഗാനമേള തുടങ്ങി നിരവധി കലാപരിപാടികൾ അരങ്ങേറി. സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് കഴിഞ്ഞ 40 വർഷമായി പ്രവർത്തിക്കുന്ന അബു കോട്ടയിൽ, നാസർ ഇബ്രാഹിം, മനോജ് തലശ്ശേരി എന്നിവരെ വേദിയിൽ ആദരിച്ചു. സത്താർ കുന്നിൽ, ഷബീർ മണ്ടോളി, ആബിദ് ഐ ബ്ലാക്ക് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഖത്തറിലെ പ്രധാന ഫുട്ബോൾ ടൂർണമെന്റായ അമീർ കപ്പ് ഫുട്ബോളിന്റെ കിരീട പോരാട്ടം നാളെ നടക്കും. രാത്രി 7 മണിക്ക് നടക്കുന്ന ഫൈനലിൽ അൽ സദ്ദും ഖത്തർ സ്പോർട്സ് ക്ലബും തമ്മിൽ ഏറ്റുമുട്ടും. എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗൾഫ് മാധ്യമം GCC ഡയറക്ടർ സലീം അമ്പലന് UAEയുടെ ദീർഘകാല വിസ ലഭിച്ചു. പ്രൊഫഷണൽ മേഖലയിലെ അനുഭവ പരിചയവും മികവും മുൻനിർത്തിയാണ് ഗോൾഡൻ വിസ അനുവദിച്ചത്. പ്രമുഖ ബിസിനസ് സെറ്റപ്പ് സ്ഥാപനമായ ECH ഡിജിറ്റൽ സ്ഥാപനമാണ് വിസ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത്. ദുബായ് അൽതവാർ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ECH ഡിജിറ്റൽ മേധാവി ഇക്ബാൽ മാർക്കോണി ഗോൾഡൻ വിസ കൈമാറി. ഗൾഫ് മാധ്യമം സീനിയർ റിപ്പോർട്ടർ മനാഫ് തുടങ്ങിയവർ സന്നിധരായിരുന്നു. ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ലുലു വേൾഡ് ഓഫ് ബ്യൂട്ടി പ്രൊമോഷന് തുടക്കമായി. കുവൈറ്റിലെ എല്ലാ ഔട്ട്ലെറ്റുകളുമായി ഈ മാസം 28 വരെ തുടരുന്ന ലുലു വേൾഡ് ഓഫ് ബ്യൂട്ടി പ്രൊമോഷനിൽ പെർഫ്യൂമുകൾ, വെൽനസ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിശാലമായ കളക്ഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫഹാഹിൽ ഔട്ട്ലെറ്റിൽ നടന്ന ചടങ്ങിൽ ലുലു ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികളും പ്രമുഖ ബ്യൂട്ടി വ്ലോഗർമാരും ഫാഷൻ രംഗത്തുള്ളവരും പങ്കെടുത്തു. പ്രമുഖ ബ്യൂട്ടി ബ്രാൻഡുകൾ നടത്തിയ ലൈവ് ഡെമോൺസ്ട്രേഷൻ പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായി സൗജന്യ സാമ്പിൾ ബ്യൂട്ടി കിറ്റുകളും വിതരണം ചെയ്തു. സൗജന്യ ലൈവ് സ്റ്റൈലിംഗും മേക്കപ്പ് സേവനങ്ങളും ഒരുക്കിയിരുന്നു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് അലൂമിനി വാർഷികാഘോഷം അബുദാബിയിൽ നടന്നു. K. ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സുധീർ കുമാർ IAS പ്രത്യേക ക്ഷണിതാവായി. സജി P. ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. ദീപു AS, അജിത് കുമാർ, സത്യനാഥ്, സഞ്ജന ജയകൃഷ്ണൻ, അബ്ദുൽ ജലീൽ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആശ്രയം UAE എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ ദുബായിൽ വിതരണം ചെയ്തു. 14 വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം കൈമാറിയത്. +2, 10ാം ക്ലാസ് പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയ ഹയ ഷംസുദ്ദീൻ, സാറ മനോജ്, ഏതൽ ജോയ് എന്നിവരെ പരിപാടിയിൽ അനുമോദിച്ചു. ആശ്രയം പ്രസിഡന്റ് റഷീദ് കോട്ടയിൽ അധ്യക്ഷത വഹിച്ചു. ഒമർ അലി ഉദ്ഘാടനം ചെയ്തു. ദീപു തങ്കപ്പൻ, സിനിമോൾ, അലിക്കുഞ്ഞ്, ശാലിനി സജി എന്നിവർ സംസാരിച്ചു. ഒമാനിൽ മലയാളി ദമ്പതികളുടെ 3 മാസം പ്രായമായ കുഞ്ഞ് മരിച്ചു. ഇടുക്കി മരിയാപുരം എംബ്രയിൽ വീട്ടിൽ ജോബിൻസ് ജോസഫിന്റെ മകൾ എസ മരിയ റോബിനാണ് സുഹാറിൽ മരിച്ചത്. മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് സാമൂഹ്യ പ്രവർത്തകർ അറിയിച്ചു. അബുദാബിയിൽ നൊസ്റ്റാൾജിയ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ 1500-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ലുലു ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ ക്യാപിറ്റൽ മാളിന്റെ 3 നിലകളിലാണ് മത്സരത്തിന് വേദിയൊരുക്കിയത്. ഇന്ത്യ UAE സാംസ്കാരിക പൈതൃകത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു കുട്ടികളുടെ രചനകൾ. മത്സരങ്ങൾ ലുലു ഗ്രൂപ്പ് അബുദാബി ഡയറക്ടർ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. അബുദാബി ഇന്ത്യൻ സ്കൂൾ അൽവത്ബ ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കി. മെഡലിസ്റ്റ് അനന്തുവിന്റെ ലൈവ് ഷോയും സംഗീത പരിപാടികളും അരങ്ങേറി. ഇനി വിവിധ രാജ്യങ്ങളിലെ കറൻസി നിരക്ക്. സൗദി റിയാൽ 22
22.21, UAE ദിർഹം 22.68, ഖത്തർ റിയാൽ 22.88, ഒമാനി റിയാൽ 216.46, കുവൈറ്റി ദിനാർ 271.32, ബഹ്റൈൻ ദിനാർ 220.96. കാലാവസ്ഥ. ഖത്തർ കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് കൂടിയ താപനില 42 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 30 ഡിഗ്രി സെൽഷ്യസ്. ബഹ്റൈൻ കൂടിയ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. ഒമാൻ കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 32 ഡിഗ്രി സെൽഷ്യസ്. സലാല 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്.